ഇത് ഉടുപ്പൊക്കെ കണ്ടോ? എല്ലാരും ഈ ഹാഫ് ഉടുപ്പ് ഇത് കൊള്ളാം ഈ ഉടുപ്പ്. അല്ല ഇത് ഭയങ്കര വെറൈറ്റി. നല്ല രസം. റിമിയാൻഡിനാനും ബ്ലാക്ക് ഉണ്ട്. ഇത് ബ്ലാക്ക് ഒന്ന് പോയായിരുന്നു ഒരു ബന്ധമില്ല. അത് പച്ചയാ. ബന്ധോണ്. ഇതിവിടെ ബ്ലാക്ക് ഉണ്ട്. അത് പച്ചയാ. ഇത് പച്ചയാടാ. അത് കണ്ണും കാണാൻ വയ്യ ഇപ്പോഴേ. എനിക്ക് കാണാം. ഇതെന്താ ചെരുപ്പില്ലയോ? ചെരുപ്പില്ല, പണ്ടത്തെ കാലമേ പറഞ്ഞു. ഓ പണ്ടത്തെ പണ്ടത്തെ കാലല്ലേ? ചെരുപ്പില്ല. ചെരുപ്പൊന്നുമില്ല. ഇതെന്തോ ചെലങ്ക കാലില്. പണ്ടത്തെ കാലത്ത് ഇടും. പണ്ടത്തെ കാലത്ത് അങ്ങനെയാ. കാലത്തിലും പാദസരം. കാരണം രാത്രി ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി വീട്ടുകാരിടുന്ന അറിയണമല്ലോ, ശബ്ദം ഒച്ച കേൾക്കും. കേക്കാനോ? അപ്പൊ ഉടുപ്പ് കൊള്ളാം, ചെരുപ്പില്ലാത്ത കൊള്ളാം, ചെലങ്ക കൊള്ളാം, എല്ലാം കൊള്ളാം. ഏത് കോട്ടാ? വെള്ളിച്ചീലങ്ക ഇത് നമ്മുടെ ഗായുവിനെ പറ്റി ഒന്നും പറയണില്ലേ? എന്താ എന്താ ഒരു ഉമ്മ. ഒന്നും പറയാത്ത എന്താ? മോളുടെ വോയിസ് ഗായത്രി ആന്റിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ക്യൂട്ട് പോലെ തോന്നിയ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. ഇങ്ങനെ അങ്ങനെ അല്ലല്ലോ ഗായു പറഞ്ഞ നേരത്തെ. ഇപ്പൊ വരെ പറഞ്ഞ എന്തോ ഇപ്പൊ പറഞ്ഞ എന്തോ ഒരു കുഴപ്പമുണ്ടോ ചിരട്ടയിലിട്ട് ഇങ്ങനെ ഒരച്ച പോലാണ്. എന്നോട് പറയും എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നൊക്കെ. ആര് പറയണതാ മോള് വിശ്വസിക്കുന്നത്? ആന്റിയെ അതാണ് മനസ്സിലായ ആരെ 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 ഗായുവിനെയോ? ഏയ് ആരും നോട്ടി പറയാൻ പറ്റൂല. നോട്ടി ആവരുത് കേട്ടോ. നോട്ടി ആ നല്ലതാണ്. പക്ഷെ മോളുടെ വോയിസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ് കേട്ടോ. ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. ക്യൂട്ട് പോലെ. ഓഫ് കോഴ്സ് ആള് ഫുൾ ക്യൂട്ട് ആണ്. ഈ ചിരട്ട തറയിലിട്ട് ഒരയ്ക്കുന്ന പോലത്തെ അല്ലേ, നല്ല ക്യൂട്ട് പോലത്തെ അല്ലേ? ഒരു സംശയം അങ്ങനെയാണോ? മക്കളെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്, നല്ല ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ. അപ്പൊ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് എനിക്ക് അറിഞ്ഞൂടാ. ആ അപ്പൊ എഴുതിയത് അറിഞ്ഞൂടാ. സിംഗർ യേശുദാസ് സാർ. ഇത് ആരുടെ റൗണ്ടാ ഇത്? MS ബാബുരാജിന്റെ. അയ്യോ. ഒരു അപ്പൊ അതിന്റെ മ്യൂസിക് MS ബാബുക്കെ അല്ലേ? അല്ലേ ബാബുക്കെ അല്ലേ? ആദ്യം മറന്നുപോയതാ. മറന്നുപോയതാ. ഓക്കെ. സിനിമയോ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. കാട്ടു തുളസി. കാട്ടു തുളസി. കാട്ടുതുളസിയാ? നിങ്ങൾ എന്നാ നീ പറയണേ? ഒന്ന് പോയേന്ന്. തല്ലും കേട്ടോ. കാട്ടുതുളസി എങ്ങനെയാ വന്നെ? അതിന്റെ ഉള്ളിൽ അങ്ങനെ തുളസി വരാൻ? കാർട്ടൂൺ അല്ല, കാട്ടു തുളസി. കാട്ടു തുളസി. കാർട്ടൂൺ തുളസി. മക്കളെ കാട്ടു തുളസി. മ്യൂസിക് ബാബുക്ക, അതായത് MS ബാബുരാജ്. ബാബുക്കേ? അതെ. എഴുതിയത് വയലാർ എന്നും അവർക്ക് എന്തോ ഒരു പീരിയഡായി നീറ്റായിട്ടൊന്ന് കിടക്കുക. പറയോ? എനിക്ക് ബാബുക്ക ഒരു നീറ്റായിട്ടൊന്ന് പറയോ? MS ബാബുരാജ് സാർ. നിങ്ങൾ ഇങ്ങനെ തെറ്റിക്കല്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു പേര് പറ. പെണങ്ങണ്ട തല്ലിടത്തൊക്കെ മാറ്റി. MS ബാബുരാജ് സാർ. ഓക്കെ. എന്താ പിന്നീട് പാടിയത് ദാസേട്ടൻ. ഓക്കെ. വർഷം 1965. മിടുക്കി. അത് മാത്രം ഓർത്ത് വെച്ചു, ബാക്കി എല്ലാം തലേന്ന് പോയി. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് ഒരു ഉഗ്രം പാട്ടുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കണ്ടോതാര്. അത് കഴിഞ്ഞ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാര് മഞ്ചാടിക്കിളി മൈന. ഇനി പാടണ്ട. വേണ്ട. ഒരു പാട്ട് മതി ഇത്. പിന്നെ വേറെ ഉഗ്രം പാട്ടുണ്ട്. വെള്ളിച്ചിലങ്കയണ. അത് ഞാൻ പാടുന്ന പാട്ടല്ലേ? വേണ്ട, നമുക്കത് ഫുള്ള് പാടാം. ഇപ്പൊ തന്നെ പാടാം. വെള്ളിച്ചിലങ്കയെ അവര് ഫുള്ള് പാടുന്നു. കൊണ്ടൊരു പെണ്ണ് പഠിക്കോ? ഞാൻ അപ്പോഴേക്കും വരും. വള്ളുവനാടൻ അപ്പൊ നമുക്ക് പാടാൻ പറ്റുമോ? ഒരു ഓൾറെഡി പാടാം. പാതിരാത്രി വള്ളിക്കുടിലിനുള്ളിൽ മതി 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 മതി. ഇരുന്ന് വന്ന് മനസ്സിലായി, ഒന്ന് പറഞ്ഞ് വെറുതെ മനസ്സിലാക്കാം. അടുത്ത് വരാം. നിർത്താൻ പറ. കൊണ്ടൊരുന്ന് പോയനെ പെണ്ണ് വള്ളുവനാടൻ അല്ല പാടണ്ട. പാടി അത് പോയനെ മതി മതി നിന്റെ മതി വള്ളിക്കുടിലിൽ. മതി. ഒരു പൂക്കുറ്റി അടിച്ചു വിടാം. മോള് ഒരു പാടണ്ട. പൂക്കുറ്റിയാ. ജെഞ്ചിങ്ങൾ ഇപ്പൊ പാടിയില്ലേ? എന്നാ ഞാൻ ജഡ്ജായിട്ടിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അല്ല ഇനിയിപ്പോ കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ എങ്ങനെ വന്നിട്ട് ഇരിക്കണേ? അല്ല അതന്നെ ഞാൻ പാടിക്കഴിഞ്ഞു. ഇനി വേറെ പാട്ട് വാ, വേറെ പാട്ട്. അത് ഇത്തിരിയല്ലേ പാടിയ? ഞാൻ പാടിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ആ നിർത്തുന്ന് പറഞ്ഞ് നിർത്തി. നിർത്തിയില്ലല്ലോ. അതടെ വരുന്നു. ഞാൻ അവിടെ ഇരിക്കാം സുഖമായിട്ട്. ഹായ് പാട്ടൊക്കെ ഇരിക്കുന്ന കേട്ടിരിക്കാം. നല്ല സുഖം കേട്ടോ, നല്ല സുഖം. ആൻസർ കുട്ടിക്ക് എല്ലാം പോയി കിടക്കുക, സകലത് ഇളകി കിടക്കുക. അപ്പൊ തുടങ്ങാൻ നോക്കാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി Thank ബെസ്റ്റ്. you.